ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. റൂത്ത് 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 23. 2. റൂത്ത് 2-ാം അധ്യായത്തിൽ ഉള്ള ഏക തലക്കെട്ട്. ഉത്തരം റൂത്ത് ബോവാസിൻ്റെ വയലിൽ. 3. നവോമിയുടെ ഭർതൃകുടുംബത്തിലെ ധനികന്റെ പേര് എന്താണ്? ഉത്തരം ബോവാസ്. 4. വയലിൽ എന്തിനു പോകട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് ചോദിക്കുന്നത്? ഉത്തരം കാലാവറുക്കാൻ. 5. ആരുടെ വയലിലാണ് റൂത്ത് കാലാവറുക്കാൻ ചെന്നത്? ഉത്തരം ബോവാസിൻ്റെ. 6. റൂത്ത് 2:2 സമാനമായ വചനഭാഗം ഏത്? ഉത്തരം ലേവ്യ 19:9. 7. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ബോവാസ് ആരെയാണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം കൊയ്ത്തുകാരെ. 8. ആര് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്നാണ് കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ്. 9. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചത് എന്ത്? ഉത്തരം ആരാണ് ഈ യുവതി? 10. ആരോടൊപ്പം മോവാബിൽ നിന്ന് വന്ന സ്ത്രീയാണ് ഇവൾ എന്നാണ് ഭൃത്യൻ മറുപടി പറഞ്ഞത്? ഉത്തരം നവോമിയോടൊപ്പം. 11. വയലിൽ എന്ത് പെറുക്കുവാൻ അനുവദിക്കണമെന്നാണ് റൂത്ത് അപേക്ഷിച്ചത്? ഉത്തരം കാലാവറുക്കാൻ. 12. പരദേശിയും അനാഥനും വിധവയും കാലാവറുക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗം ഏത്? ഉത്തരം നിയമാവർത്തനം 24:19 വാക്യം. 24-ാം അധ്യായം 19-ാം വാക്യം. 13. വയലിൽ കാലാവറുക്കാൻ പൊക്കോട്ടെ എന്ന റൂത്തിൻ്റെ ചോദ്യത്തിന് നവോമി നൽകിയ മറുപടി എന്ത്? ഉത്തരം പോയിക്കൊള്ളുക. 14. റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകിലാണ് കാല പെറുക്കിയത്? ഉത്തരം കൊയ്ത്തുകാരുടെ. 15. ആരുടെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് റൂത്ത് എത്തിയത്? ഉത്തരം എലിമലേക്കിൻ്റെ. 16. ബോവാസ് എവിടെ നിന്നാണ് വന്നത്? ഉത്തരം ബെത്ലഹേം. 17. ആരുടെ കൂടെയാണ് റൂത്ത് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം കൊയ്ത്തുകാരോടുകൂടെ. 18. നിങ്ങൾ തിരിച്ചു പോകുവിൻ ആരാരോട് പറഞ്ഞു? ഉത്തരം നവോമി തൻ്റെ മരുമക്കളോട്. 19. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ എന്ത് ചെയ്യുകയാണ് എന്നാണ് ഭൃത്യൻ പറഞ്ഞത്? കാലാവറുക്കുകയാണ്. 20. ബോവാസ് റൂത്തിനോട് പറഞ്ഞത് എന്താണ്? ഉത്തരം കാലാവറുക്കാൻ ഇവിടം വിട്ട് എവിടെയും പോകണ്ട എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്. 21. കാല പെറുക്കാൻ ആരോടുകൂടെ ചേർന്ന് കൊള്ളുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? ഉത്തരം എൻ്റെ ദാസിമാരോടുകൂടെ. 22. റൂത്തിനെ ശല്യപ്പെടുത്തരുത് എന്ന് ബോവാസ് പറഞ്ഞത് ആരോട്? ഉത്തരം ഭൃത്യന്മാരോട്. 23. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം ആരാരോട് പറഞ്ഞു? ഉത്തരം ബോവാസ് റൂത്തിനോട്. 24. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം റൂത്ത് ആർക്കു വേണ്ടി ചെയ്തത് എനിക്കറിയാം എന്നാണ് ബോവാസ് പറയുന്നത്? ഉത്തരം അമ്മായിയമ്മയ്ക്ക് വേണ്ടി. 25. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം റൂത്ത് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നത് ആരെയെല്ലാം വിട്ടിട്ടാണ് എന്നാണ് ബോവാസ് പറയുന്നത്? ഉത്തരം മാതാപിതാക്കളെയും സ്വന്തം ദേശത്തെയും. 26. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അധ്യായവും വാക്യവും ഏത്? ഇത് ആരാരോട് പറഞ്ഞു? അധ്യായവും വാക്യവും 2-ാം അധ്യായം 12-ാം വാക്യം. പറഞ്ഞത് ബോവാസ് റൂത്തിനോട്. 27. ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല, എങ്കിലും ഈ ദാസിയോട് എങ്ങനെ പെരുമാറി എന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. 28. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം വന്ന് ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ.
29. അവൾ കൊയ്ത്തുകാരുടെ കൂടെ ഇരുന്നു. ബോവാസ് അവൾക്ക് എന്താണ് കൊടുത്തത്? ഉത്തരം മലർ. 30. റൂത്ത് കാല പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ അവൾ എവിടെ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ എന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത്? ഉത്തരം കറ്റകളുടെ ഇടയിൽ നിന്ന്. 31. റൂത്തിന് പെറുക്കാൻ എന്ത് ഇടണമെന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറയുന്നത്? ഉത്തരം കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരിയിടണമെന്ന്. 32. റൂത്ത് എപ്പോൾ വരെ കാല പെറുക്കി? ഉത്തരം സന്ധ്യ വരെ. 33. റൂത്ത് ശേഖരിച്ച ബാർലി മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? ഉത്തരം ഏകദേശം ഒരു എഫ ബാർലി. 34. ബാർലി എടുത്തുകൊണ്ട് റൂത്ത് എവിടേക്കാണ് പോയത്? ഉത്തരം നഗരത്തിലേക്ക്. 35. താൻ ശേഖരിച്ച ധാന്യം റൂത്ത് ആരെയാണ് കാണിച്ചത്? ഉത്തരം അമ്മായിയമ്മയെ. 36. ബാക്കി വന്ന ആഹാരം ആർക്കാണ് കൊടുത്തത്? ഉത്തരം അമ്മായിയമ്മയ്ക്ക്. 37. ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ റൂത്തിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? 38. ആരോടുകൂടിയാണ് താൻ ജോലി ചെയ്തത് എന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം ബോവാസിനോടുകൂടെ. 39. റൂത്ത് 2:20 കർത്താവിന് നവോമി കൊടുക്കുന്ന വിശേഷണം എന്ത്? ഉത്തരം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ്. 40. ബോവാസ് നമ്മുടെ ആരാണെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? ഉത്തരം നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. 41. കൊയ്ത്ത് മുഴുവൻ തീരുവോളം ആരോടുകൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം വേലക്കാരോടുകൂടെ. 42. മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാൻ ഇടയാകാതെ നീ ആരുടെ കൂടെ പോകുന്നതാണ് നല്ലതെന്നാണ് ബോവാസ് പറയുന്നത്? ഉത്തരം അവൻ്റെ ദാസിമാരോടുകൂടെ. 43. റൂത്ത് കാല പെറുക്കിയത് എന്നുവരെയാണ്? ഉത്തരം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ. 44. റൂത്ത് 2:20 സമാനമായ വചനഭാഗം ഏത്? ലേവ്യർ 25:25. 45. ആരുടെ കൂടെ റൂത്ത് ജീവിച്ചു? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യുക. ഈ വീഡിയോ ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.